ഇവനെ പോലത്തെ ആളുകൾക്ക് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുണ്ടോ? ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ പിള്ളേർക്കൊക്കെ ഉണ്ടായല്ലോ. ഇത് പറഞ്ഞത് ആരാണെന്നറിയുമോ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിദ്യാഭ്യാസ മന്ത്രി എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. സതീശൻ സാറേ, ഞങ്ങളൊക്കെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള ആളുകളാണ്. അത്രയും ഗതികേട് എന്തായാലും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല. സഖാവ് ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായതിനു ശേഷം കേരളത്തിലെ സ്കൂളുകളിലും വിദ്യാഭ്യാസ മേഖലകളിലും വന്നിട്ടുള്ള മാറ്റങ്ങൾ ചെറുതൊന്നുമല്ല. എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന തരത്തിലുള്ള വിപ്ലവകരമായ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴുള്ള സ്കൂളുകളും വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴുള്ള സ്കൂളുകളുടെ നിലവാരവും പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും വി ശിവൻകുട്ടിയുടെ റേഞ്ച് എന്താണെന്ന്. ഇതേ വി.ഡി. സതീശൻ ഈ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസം വി ശിവൻകുട്ടി സാറെ കുറിച്ച് പറഞ്ഞത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചപ്പോൾ സിയ ഫാത്തിമയുടെ കാര്യം പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ നമ്മുടെ കലോത്സവ ചട്ടങ്ങൾ അത് ഭേദഗതി ചെയ്ത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മുൻകൈയെടുത്ത് അവർക്ക് ഓൺലൈനിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ആ കുട്ടിക്ക് അനുവാദം കൊടുത്തു. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രത്യേകമായി അക്കാര്യത്തിൽ അഭിനന്ദിക്കുക. കാരണം നമ്മുടെ ഗവേണൻസ്, ഗുഡ് ഗവേണൻസ്, അതാണ് വി ശിവൻകുട്ടി. അന്തസ്സോടെ അഭിമാനത്തോടെ ഞങ്ങൾ പറയും, ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇൻ എൻറ്റയർ ഹിസ്റ്ററി ഓഫ് കേരള. ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികളോട് ഞങ്ങൾ 90s കിഡ്സിന് അസൂയ തോന്നുന്നു. കാരണം ഇത്രയും മെച്ചപ്പെട്ട സാഹചര്യത്തിൽ നിങ്ങൾക്കൊക്കെ പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സ്കൂളുകളിൽ നിന്ന് ഉച്ചഭക്ഷണമായിട്ട് കുഴിമന്തിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് റേഷൻ അരി കൊണ്ട് പുഴുമന്തിയും എലിമന്തിയുമായിരുന്നു കിട്ടിയിരുന്നത്. ആ ഗതികെട്ട കാലത്തിനൊരു മാറ്റം വന്നത് ഈ 10 വർഷം കൊണ്ടാണ്. വി ശിവൻകുട്ടി പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച് വിദ്യാഭ്യാസ മന്ത്രി കസേരയിൽ വന്നിരുന്ന ആളല്ല. അയാൾ കടന്നു വന്ന വഴികളുടെയും നേരിട്ട വെല്ലുവിളികളുടെയും പകുതിയുടെ പകുതി പോലും അങ്ങേരെ കളിയാക്കുന്ന ഒരുത്തനും വന്നിട്ടില്ല എന്നതാണ് സത്യം. കേരളത്തിലെ ജനങ്ങൾക്ക് അയാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാം, കുട്ടികൾക്ക് അയാൾ മന്ത്രി അപ്പൂപ്പനായിരിക്കാം. അതിനൊക്കെ മുമ്പ് അയാൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് അയാൾക്കൊരു പേരുണ്ടായിരുന്നു, അത് ഇതാണ്: നഗരത്തിന്റെ പ്രക്ഷോഭകാരികളുടെ രക്ഷാധികാരി. ഇനി സതീശൻ സാറിനോട്, സ്കൂൾ ഗ്രൗണ്ടിൽ പശുവിന് പുല്ല് ചെത്താൻ വന്ന ഗോപാലൻ ചേട്ടന് വരെ A+ നേടിയ ആ സുവർണ കാലഘട്ടം എന്നെ പോലെയുള്ള 90s കിഡ്സിനെ വീണ്ടും ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദി.